മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്, അതും ന്യൂസ് 18 ആണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന BJP നേതാക്കൾ സജീവമായി രംഗത്ത് ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സീനിയർ നേതാക്കൾ മത്സരിക്കേണ്ടത് അനിവാര്യമെന്നും വി മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ BJP സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങുന്നുവെന്ന ന്യൂസ് 18 വാർത്തയിൽ പ്രതികരിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. BJPയുടെ ദേശീയ നേതൃത്വം നിർണായകമായ ഒരു ചുമതല കേരളത്തിൽ, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള വിവരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ ഈ നഗരസഭയിൽ രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ ഈ നഗരസഭാ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പോട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പുനഃസംഘടന പൂർത്തിയായാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് പൊതുവായിട്ടുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയസാധ്യത കരുതപ്പെടുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 100 വാർഡുകളിൽ ബഹുഭൂരിപക്ഷം വാർഡുകളിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാനായിട്ടുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ തിരുവനന്തപുരത്ത് ലഭ്യമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം ഉണ്ടാകണം എന്നുള്ള താല്പര്യമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അവിടെ ഈ ഒരു മുൻ കേന്ദ്രമന്ത്രിയെ തന്നെ തിരുവനന്തപുരം പോലൊരു തന്ത്രപ്രധാനമായ സ്ഥലത്തിൻ്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലൂടെ അതിൻ്റെ പ്രതിഫലനം മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നൊരു സന്ദേശമാണോ കൊടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി ആനുകൂല്യങ്ങൾ ഈ തിരുവനന്തപുരത്തിന് ഇപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ ഒക്കെ പ്രയോജനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്നവരോ അങ്ങനെയുള്ള ആളുകളൊക്കെ. നേതൃത്വം ഏറ്റെടുക്കുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് ഒതുങ്ങുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം അവരാണ് ഏറ്റെടുക്കുന്നത്. അതിനു പകരം ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അതിൻ്റെ പ്രയോജനം ലഭ്യമാകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമീപനം, ആ സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥാനാർത്ഥി ആരായിരിക്കും, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഔപചാരികമായിട്ട് പാർട്ടി ഇതുവരെ തീരുമാനിച്ചില്ല. ഒറ്റ കാര്യം കൂടി, അതായത് കൂടുതൽ മുതിർന്ന താങ്കൾക്കൊപ്പം അല്ലെങ്കിൽ കൂടുതൽ മുതിർന്ന നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് സമയമാകുമ്പോൾ തീരുമാനിക്കും. വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതാണ് ഇന്നലെ ഡാൻ പുറത്തുവിട്ട വാർത്ത. അതിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. വി മുരളീധരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇന്നലെ ഡാൻ പുറത്തുവിട്ട വാർത്ത അത് വി മുരളീധരൻ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ വളരെ പ്രധാനമായി പറയുന്നുണ്ട്, കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷവും എടുക്കുന്നു. അത് ഞങ്ങൾക്കിനി വേണമെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന്. തീർച്ചയായിട്ടും അശ്വതി, ഇന്നലെ ഡാൻ കുര്യന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂസ് 18 വാർത്ത പുറത്തുവിടുമ്പോൾ പലരും അതിശയത്തോടു കൂടിയാണ്, ഒരുപക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന സംശയത്തോടു കൂടിയാണ് ഈ വാർത്ത ചില കേന്ദ്രങ്ങളെങ്കിലും BJP കേന്ദ്രങ്ങളും ഒരുപക്ഷെ അതിനപ്പുറത്തേക്കുള്ള ആളുകളും ഒക്കെ അതിനെ സ്വീകരിച്ചത്. പക്ഷേ അത് വി മുരളീധരൻ തന്നെ സ്ഥിരീകരിക്കുന്നു. BJP ഏറ്റവും പ്രാധാന്യത്തോടെ കാണാൻ പോകുന്ന നഗരസഭകളിലൊന്ന് തിരുവനന്തപുരമാകുമെന്ന് ഉറപ്പാണ്. പന്തളം നഗരസഭയിൽ കഴിഞ്ഞ തവണ അവർ ഭരണം നടത്തിയിരുന്നു. പാലക്കാട് നഗരസഭ അവരുടെ ഭരിക്കുന്ന സ്ഥലമാണ്. രണ്ടിടത്തും അവർക്ക് സംഘടനാപരമായ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചാണ്. പക്ഷേ CPM-നെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്തവണ അത് നേടിയെടുക്കുമെന്ന ഉറച്ച ഒരു പ്രതീക്ഷയോടുകൂടിയാണ് BJP രംഗത്ത് വരുന്നത്. അതുകൊണ്ടാണ് വി മുരളീധരനെ പോലെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന, ദേശീയ തലത്തിൽ BJPയുടെ പ്രധാന നേതാവായിരുന്ന
മുൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഒരാളെ തന്നെ നഗരസഭ പിടിക്കാൻ ഇറക്കുന്നത്. പി മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി മത്സരിച്ചാൽ നഗരഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അദ്ദേഹം കഴക്കൂട്ടത്താണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അവിടെ അതിനുശേഷം പാർട്ടിക്ക് കാര്യമായ വളർച്ച ഉണ്ടായെന്ന് കഴക്കൂട്ടം മണ്ഡലത്തിൽ പല ഭാഗങ്ങളും തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെട്ടതാണ്. പട്ടൂർക്കാവ് അവരുടെ ശക്തികേന്ദ്രമാണ്, നേമം അവരുടെ ശക്തികേന്ദ്രമാണ്. തിരുവനന്തപുരം നഗരമേഖലയാണ് കുറച്ചെങ്കിലും അവർക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലമാണ് അവർക്ക് അത്രയധികം കടന്നു കയറാൻ കഴിയാത്തത്. ഏതായാലും കഴക്കൂട്ടത്ത് സാന്നിധ്യം വർദ്ധിപ്പിക്കുക, മറ്റിടങ്ങളിലേക്കും CPM-ന്റെയും കോൺഗ്രസിന്റെയും ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാനായാൽ ഒരു 15 സീറ്റിന്റെ വ്യത്യാസമാണ് അവർക്ക് ഭരണത്തിലേക്കുള്ളത്. അത് നേടിയെടുക്കാനാകും. വി മുരളീധരനെ പോലെ നേതാവ് കൂടി മുന്നിൽ വരുന്നതോടുകൂടി അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയാണ് BJP-ക്കുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മാത്രമായിരിക്കില്ല, മറ്റു പ്രധാനപ്പെട്ട നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിച്ചേക്കും. അത് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് BJP-യുടെ ജില്ലാ അധ്യക്ഷനെയാണ് അവർ പൂജപ്പുര വാർഡിൽ മത്സരിക്കാൻ നിയോഗിച്ചത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വരണം. ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് BJP. ദേശീയ തലത്തിലുള്ള നേതാവിനെ തന്നെ, മുൻ സംസ്ഥാന അധ്യക്ഷനെ തന്നെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ ഇറക്കുകയാണ്. വലിയ പോരാട്ടത്തിന് BJP തയ്യാറെടുക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി ഒരു ഏജൻസി അവർ നിയോഗിച്ചു കഴിഞ്ഞു. മുരളീധരൻ വന്നാൽ എങ്ങനെയുണ്ടാകും, മുരളീധരൻ വന്നാൽ അത് ഗുണം ചെയ്യുമോ എന്ന കാര്യം ആ സർവേയിലൂടെ കൂടി ദേശീയ നേതൃത്വം പരിശോധിക്കും. മറ്റു നേതാക്കൾ ആരൊക്കെ മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകളെ BJP കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട്, പൊതുസമ്മതരെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ നീക്കം തിരുവനന്തപുരം നഗരസഭ ലക്ഷ്യമിട്ട് BJP നടത്തുകയാണ്. മുരളീധരൻ പറഞ്ഞതുപോലെ, ഡാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിൽ ഏറ്റവും പ്രധാനം നഗരസഭ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് അവർക്ക്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നത് വലിയ നേട്ടമായി അവർ കാണുന്നു. അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊരു വലിയ ലക്ഷ്യം കൂടി അവരുടെ മുന്നിലുണ്ട്. തിരുവനന്തപുരം നഗരം പിടിച്ചാൽ, നഗരസഭ പിടിച്ചാൽ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം തുടങ്ങി ചുറ്റുമുള്ള മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ കൂടി അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് BJP-ക്ക്. അതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി കണ്ട് BJP തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നത്. ശരി അരുൺ, എന്തായാലും നിർണായക രാഷ്ട്രീയ നീക്കങ്ങളുമായി തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ തയ്യാറെടുക്കുകയാണ് BJP. VV അരുണാണ് വിവരങ്ങൾ